ചർച്ചകളിൽ കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ KPCC അധ്യക്ഷ പദം ഒഴിയണമല്ലോ, കുറച്ചായി കൊണ്ട് നടക്കുന്നു. എന്താ അതിലൊരു അപ്ഡേഷൻ? അത് അവരുമായിട്ട് ആലോചിക്കും അത്തരം കാര്യങ്ങൾ. വേഗത്തിലുണ്ടാകുമെന്നാണോ? സംസാരിക്കട്ടെ. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ ഇല്ല, ഒരു ടൈം ഫ്രെയിമും ഇല്ല. അതിപ്പോ നമ്മള് പേരുകൾ ചർച്ച ചെയ്യും. നിങ്ങളുമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട സമയമായിട്ടില്ല. അതെ, കോൺഗ്രസ് ഒരു ശക്തമായ ജനാധിപത്യ പാർട്ടിയല്ല. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് ഉചിതമായ തീരുമാനം എടുക്കുക. ഇപ്പൊ ഞാനൊരു ഫുൾ ടൈം അല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പൊ ശരിയാണ്. അത് മന്ത്രിയാണ്. MLA ആയിരുന്നപ്പോൾ എനിക്ക് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വളരെയൊന്നും മോശമല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചു, അസംബ്ലി ഇലക്ഷൻ ജയിച്ചു, പാർട്ടി പരിപാടികൾ എല്ലാ ജില്ലകളിലും പലവട്ടം യാത്ര ചെയ്തു. നന്നായിട്ട് തന്നെ അത് പോയി എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. റിസൾട്ട് ജനങ്ങൾ ആണ് അതിനെ അംഗീകരിക്കുന്നത്. പക്ഷെ മന്ത്രിയാകുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഒരുപാട് തിരക്കുകളിലാണ്. പാർലമെന്റ് നമുക്കെല്ലാം അറിയാം. പാർലമെന്റ് സമ്മേളനത്തിന്റെ പ്രാധാന്യം, അതിലെ നിലപാടുകൾ, സമരങ്ങൾ എല്ലാം വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ ചർച്ചകളുണ്ട്. അവര് അവരുടേതായ രൂപത്തിൽ സംഘടിപ്പിക്കും. സോ താങ്ക് യു. ഇല്ല, അതൊക്കെ അധികം നീണ്ടിട്ടില്ല. അതൊക്കെ അതിൻ്റെതായ സമയമെടുത്ത് ഒന്നും അധികം നീളുന്നില്ല. ആവശ്യമായ സമയം. കേരളത്തിലെ കാര്യങ്ങൾ അസംബ്ലി സമ്മേളനമായിരുന്നു. ഓരോരുത്തരും അവരുടേതായ ചുമതലകൾ ഏറ്റെടുത്ത് കാര്യങ്ങൾ പഠിച്ചു വരുന്നു. അസംബ്ലി നന്നായിട്ട് വിജയകരമായിട്ട് കൈകാര്യം ചെയ്തു. അതിനുശേഷം ഇപ്പം പ്രകൃതിക്ഷോഭത്തിന്റെ വിഷയം വന്നു. അങ്ങനെയുള്ള സമയത്തിന്റെ വിഷയമുണ്ട്. അതൊക്കെ ബിഗൺ ദ ഡിസ്കഷൻസ്.